dears, welcome back to ISK English. Hello dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഇഗ്നോ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ BA ഇംഗ്ലീഷിൻ്റെ കോർ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അക്വിലിസ് ദ വാരിയർ ഹീറോ എന്നുള്ളതാണ്. ആ ഒരു 2.2 നമ്മൾ ആ ഒരു സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് എടുക്കാനുള്ളത് 2.3 ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹെക്ടർ ആൻഡ് അക്വിലിസ്. ഹെക്ടറിനെയും അക്വിലിസിനെയും നമ്മൾ രണ്ടുപേരെ കുറിച്ചും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഹെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രോജൻസിൻ്റെ ഹീറോ ആണ്, പ്രിൻസ് ആണ്. ട്രോജൻ വാരിയർ ആൻഡ് പ്രിൻസ്. അക്വിലിസ് ഗ്രീക്ക് വാരിയർ ആണ് അക്വിലിസ്. ഇന്ന് നമ്മൾ രണ്ടുപേരെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം, സ്റ്റാർട്ട് ചെയ്യാം. The two Greek warriors, Hector and Achilles. The former a Trojan. അപ്പോൾ അതിൽ ആദ്യത്തെ ആള്, ഫോർമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ആൾ എന്നാണ്. അപ്പോൾ നമ്മളിവിടെ ആദ്യത്തെ പേര് പറഞ്ഞത് ഹെക്ടർ ആൻഡ് അക്വിലിസ് എന്ന് പറയുമ്പോൾ ആദ്യം പറയുന്നത് ഹെക്ടറിനെയാണ്, അതാണ് ഫോർമർ. ആദ്യത്തെ ആള് ട്രോജനും ആൻഡ് ദി ലാറ്റർ എ ഗ്രീക്ക്. രണ്ടാമത്തെ ആള് ഗ്രീക്കുകാരനുമാണ്. ആർ ബോത്ത് ഹീറോസ് ഓഫ് ദെയർ റെസ്പെക്റ്റീവ് നാഷൻസ്. രണ്ടുപേരും അവരവരെ പ്രതിനിധാനം ചെയ്യുന്ന രാജ്യത്തിൻ്റെ ഹീറോകളാണ് രണ്ടുപേരും. ഇൻ ദ ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് ദ സ്റ്റോറി ഇറ്റ് ഈസ് ഹെക്ടർ who is triumphant though his victorious onslaught over the Greeks take place when the Greeks are without the services of their best warrior Achilles. എന്നാൽ ഈ സ്റ്റോറിയുടെ തുടക്കത്തിൽ, അതായത് ഇലിയഡ് വാറിൻ്റെ തുടക്കത്തിൽ ഹെക്ടറാണ് ട്രയംഫൻറ്റ്, വിജയിയായിട്ട് നിൽക്കുന്നത്. പക്ഷെ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഹെക്ടർ വിജയിച്ച് നിൽക്കുന്ന സമയത്ത് ഗ്രീക്സ് ആർ വിത്തൗട്ട് ദ സർവീസസ് ഓഫ് ദെയർ ബെസ്റ്റ് വാരിയർ അക്വിലിസ്. ഗ്രീക്കുകാരുടെ ഏറ്റവും നല്ല യോദ്ധാവായിട്ടുള്ള അക്വിലിസ്, ഈ അക്വിലിസിന്റെ സേവനം, അതായത് യുദ്ധത്തിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അക്വിലിസ് യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നില്ല. അപ്പൊ ആ സമയത്താണ് ട്രോജൻ വാരിയർ ആയിട്ടുള്ള ഹെക്ടർ വിജയിച്ചത്. അതല്ലെങ്കിൽ ഗ്രീക്കുകാരുടെ മേൽ അയാളൊരു പടയോട്ടം അല്ലെങ്കിൽ അയാളൊരു ഓൺസ്ലോട്ട് നടത്തിയത്. എന്നാൽ ദിസ് ഇൻ നോ വേ മിറ്റിഗേറ്റ്സ് ദ ഹീറോയിസം ആൻഡ് വാലർ ഓഫ് ഹെക്ടർ. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ ഹെക്ടറിനെ അല്ലെങ്കിൽ ഹെക്ടറിന്റെ ധീരതയെ നമ്മൾ കുറച്ച് കാണുന്നില്ല. അതായത് ഹെക്ടർ ഗ്രീക്കുകാരുടെ മേൽ ഒരു ആധിപത്യം നേടിയെടുത്തത് അക്വിലിസ് ഇല്ലാത്ത സമയത്താണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അയാളെ ഒരു ഭീരുവായിട്ടോ അല്ലെങ്കിൽ അയാളുടെ ധീരതയെ നമ്മൾ കുറച്ചോ കാണുന്നില്ല. ഇനി ഹെക്ടറിന്റെ പ്രത്യേകത എന്താ? ഹെക്ടർ നമുക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് മനസ്സിലാക്കാം. അക്വിലിസിനെ പോലെ അല്ല ഹെക്ടർ. ഈസ് കമ്മിറ്റഡ് ടു ഹിസ് കൺട്രി. തൻ്റെ രാജ്യത്തോട് കമ്മിറ്റഡ് ആണ്, രാജ്യത്തോട് കടപ്പാടുള്ളവനാണ്, രാജ്യത്തോട് ഉത്തരവാദിത്വ ബോധമുള്ളവനാണ് ഹെക്ടർ. ദോ ഔട്ട്റേജ്ഡ് അറ്റ് പാരീസ് ഹിസ് ബ്രദേഴ്സ് ആക്ഷൻ ഓഫ് അബ്ഡക്റ്റിംഗ് ഹെലൻ, ഹെക്ടർ അഗ്രീസ് ടു ഫൈറ്റ് ഗ്രീക്സ് who in their vengeful fury were overrunning his country. അപ്പം എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് തുടക്കത്തിൽ ഹെക്ടർ തൻ്റെ ബ്രദറായിട്ടുള്ള പാരീസ്, ഹെക്ടറിന്റെ ബ്രദറാണ് പാരീസ്, നിങ്ങൾക്കറിയാലോ. ഈ പാരീസ് ആണ് എന്ത് ചെയ്തത്? ഗ്രീക്ക് രാജകുമാരിയായിട്ടുള്ള പ്രിൻസസ് ആയിട്ടുള്ള ക്യൂനായിട്ടുള്ള ഹെലനെ തട്ടിക്കൊണ്ടുപോയത്. അപ്പൊ ഇതിൽ ശക്തമായിട്ടുള്ള വിദ്വേഷം, എതിർപ്പുണ്ടെങ്കിലും തൻ്റെ രാജ്യത്തിലെ ആളുകളോട് ഗ്രീക്കുകാരുടെ പടയോട്ടം, അതായത് ശക്തമായിട്ട് ഗ്രീക്കുകാര് വെഞ്ചഫുൾ ഫ്യൂരി വേർ ഓവർ റണ്ണിങ് ഹിസ് കൺട്രി, അതായത് അയാളുടെ രാജ്യത്തെ, അതായത് ഹെക്ടറിന്റെ രാജ്യം എന്ന് പറയുമ്പോൾ ട്രോജൻസ്, ഈ ട്രോജൻസിനെ ശക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രീക്കുകാരുടെ പക അവരെ ശക്തമായിട്ട് കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഹെക്ടർക്ക് യുദ്ധത്തിൽ നിന്നും മാറി നിൽക്കാൻ കഴിയുന്നില്ല. കാരണം ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഹെക്ടർ എന്ത് ചെയ്യുന്നത്? കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഹെക്ടറിന് അറിയാം
knowing the Greeks to be formidable, he has to be the one potent force to defeat them. അയാൾക്കറിയാം, അതായത് ഗ്രീക്കുകാർ നല്ല പവർഫുൾ ആയിട്ടുള്ള ശക്തരായിട്ടുള്ള ഫോഴ്സാണ് അവര്. അതുകൊണ്ട് തന്നെ അവരെ ഡിഫീറ്റ് ചെയ്യാൻ താൻ ശക്തനായിട്ടുള്ള, താൻ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, നല്ലൊരു ഫോഴ്സായിട്ട്, ഒരു പൊട്ടൻ ഫോഴ്സായിട്ട് താൻ മാറണം എന്ന വസ്തുത ഹെക്ടർ മനസ്സിലാക്കുകയാണ്. മാത്രമല്ല, ഹെക്ടർ ഫുൾഫിൽസ് ഹിസ് റോൾ ആസ് ദ ഡിഫൻഡർ ഓഫ് ട്രോയ്. ട്രോയ് നഗരത്തിന്റെ പ്രതിരോധകൻ എന്ന റോള് വളരെ ഭംഗിയായിട്ട് ഏറ്റെടുത്ത് നിറവേറ്റുകയാണ് ഹെക്ടർ. Hector is a good example of a hero whose great feats on the battlefield are a measure of his loyalty to his society. Though he personally and morally disapproves of Paris' elopement with Helen, that has triggered the war. അതായത് ഈ യുദ്ധത്തിനുള്ള കാരണം എന്ന് പറയുന്നത് ഹെക്ടറുടെ ബ്രദറായിട്ടുള്ള പാരീസ് ഹെലനെ കൊണ്ട് ഒളിച്ചോടിയതാണ് യുദ്ധത്തിന്റെ കാരണമെങ്കിലും ഹെക്ടർ യുദ്ധത്തിൽ പങ്കെടുക്കുകയും ഈ യുദ്ധത്തിലുള്ള ഹെക്ടറുടെ വിജയത്തിൽ നിന്നും അല്ലെങ്കിൽ ഹെക്ടറുടെ ഫീഡ്സ്, അയാളുടെ നേട്ടങ്ങളിൽ നിന്നും നമുക്ക് രാജ്യത്തോട് അയാൾക്കുള്ള ലോയൽറ്റി, എന്തുമാത്രം വിശ്വാസ്യതയാണ് രാജ്യത്തോടും അതുപോലെ തന്നെ രാജാവിനോടും നാട്ടിലെ ആളുകളോടും ഉള്ളതെന്ന്. പക്ഷെ ഇത്തരത്തിലൊക്കെ, അതായത് യുദ്ധത്തിന്റെ കാരണം എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാരണമാണ്. അദ്ദേഹത്തിന് തുടക്കത്തിൽ ഇതിൽ വിയോജിപ്പാണെങ്കിലും അദ്ദേഹം ആളുകളുടെ അവസ്ഥ കണ്ട്, രാജ്യത്തിന്റെ അവസ്ഥ കണ്ട് ആ കടപ്പാട് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം യുദ്ധത്തിലേക്ക് വരികയാണ്. He shows character by his willingness to enter the battlefield, though he recognizes the inevitability of defeat. ഈ യുദ്ധത്തിൽ പരാജയം വളരെ അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയിട്ടും അദ്ദേഹം യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നതിൽ അദ്ദേഹത്തിന്റെ നല്ല ക്യാരക്ടർ നമുക്ക് കാണാം. അതുപോലെ തന്നെ സബ്സിക്വന്റ് സഫറിംഗ് ദാറ്റ് വിൽ ബിഫോൾ ഹിസ് വൈഫ് ആൻഡ് ഹിസ് സൺ. ഹെക്ടർ യുദ്ധത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അയാൾ പരാജയം മനസ്സിലാക്കുകയാണ്, പരാജയം അനിവാര്യമാണെന്ന് മനസ്സിലാക്കുകയാണ്. മാത്രമല്ല, ആ പരാജയത്തിൽ എന്തായിരിക്കും ഹിസ് വൈഫ് ആൻഡ് സൺ, തൻ്റെ മകനും അതുപോലെ തന്നെ തൻ്റെ ഭാര്യയ്ക്കും വിൽ ബിഫോൾ. ഈ പരാജയത്തിലൂടെ, ഈ യുദ്ധത്തിൽ പരാജയപ്പെടുകയും ഹെക്ടർ കൊല്ലപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ഹെക്ടറിന് അറിയാം തൻ്റെ ഭാര്യയെ എന്തു ചെയ്യും, ഗ്രീക്കുകാര് അടിമ സ്ത്രീയായിട്ട് പിടിക്കപ്പെടും, അതുപോലെ തന്നെ തൻ്റെ മകനെ കൊല ചെയ്യുകയും ചെയ്യും. ഈ ഒരു കാര്യം അറിഞ്ഞിട്ടും അദ്ദേഹം യുദ്ധത്തിൽ ഇറങ്ങുകയാണ്. ഇവിടെ നമുക്ക് അദ്ദേഹത്തിൻ്റെ രാജ്യത്തോടുള്ള ലോയൽറ്റിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിലെ നന്മയും നമുക്ക് കാണാം. അൺലൈക്ക് അക്വിലിസിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഹെക്ടർ ഹാസ് എ ഫാമിലി ആൻഡ് ഹാസ് ഗ്രേറ്റ് ഡിവോഷൻ ആൻഡ് ലവ് ഫോർ ഹിസ് വൈഫ് ആൻഡ് സൺ. ഹെക്ടർ ഒരു ഫാമിലി മാനാണ്. അയാൾക്ക് ഭാര്യയുണ്ട്, അയാൾക്ക് വൈഫുണ്ട്. മാത്രമല്ല, അയാൾക്ക് ഭാര്യയോടും മകനോടും നല്ല കടപ്പാടുമുണ്ട്, സ്നേഹവുമുണ്ട്. ദ ഇലിയഡ് ഹാസ് എ ടെൻഡർ സീൻ ഏർലി ഇൻ ബുക്ക് നമ്പർ 6. അതായത് ബുക്ക് നമ്പർ 6 വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു രംഗം നമുക്ക് കാണാം. വെൻ ഹെക്ടേഴ്സ് വൈഫ് ആൻഡ്രോമാഷെ ആൻഡ് ഹിസ് സൺ Astyanax plead with him not to be on the vanguard and plunge headlong into war. അതായത് ഭാര്യയും മകനും ഹെക്ടറിനോട് ആവശ്യപ്പെടുകയാണ്, അതായത് ഒരിക്കലും എന്താവരുത്, അദ്ദേഹത്തോട് പറയാണ് നോട്ട് ടു ബി ഓൺ ദി വാൻഗാർഡ്. എന്ത് ചെയ്യരുത്, യുദ്ധത്തിന്റെ മുൻനിരയിൽ പോയി നിൽക്കരുത്, മുൻനിര പടയാളിയായിട്ട് യുദ്ധത്തിൽ നിൽക്കരുത്. അതുപോലെ തന്നെ പ്ലഞ്ച് ഹെഡ്ലോങ് ഇൻ ടു ദ വാർ, യുദ്ധത്തിൽ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. കാരണം യുദ്ധത്തിൽ മുൻനിര പടയാളികളായിരിക്കും ആദ്യം കൊല്ലപ്പെടുന്നത്. അതുപോലെ തന്നെ എടുത്തു ചാടി എന്തെങ്കിലും യുദ്ധത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് മരണമായിരിക്കും. അപ്പോൾ ഭാര്യയായിട്ടുള്ള ആൻഡ്രോമാഷെയും മകനായിട്ടുള്ള ആസ്റ്റിനാക്സും ഇങ്ങനെ ചെയ്യരുത് എന്ന് അച്ഛനായിട്ടുള്ള ഹെക്ടറിനോട്, ഇവിടെ നമുക്ക് ഇവരുടെ സ്നേഹബന്ധം കാണാം. ആൻഡ്രോമാഷെ ആന്റിസിപ്പേറ്റ്സ് ഹെർ ഓൺ ഫേറ്റ് ഇൻ കേസ് ഹെക്ടർ ഗെറ്റ്സ് കിൽഡ്. ഹെക്ടർ
കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവളുടെ വിധി എന്തായിരിക്കും, അവളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അവൾ ചിന്തിക്കുകയാണ്. എന്താ കാര്യം എന്നറിയോ? As she has already lost her entire family of father and 7 brothers. ഓൾറെഡി അവൾക്ക് അവളുടെ അച്ഛനെയും 7 സഹോദരങ്ങളെയും നഷ്ടപ്പെട്ടു. എങ്ങനെയാണ് അവളുടെ അച്ഛനും 7 സഹോദരങ്ങളും കൊല്ലപ്പെട്ടതെന്നറിയാമോ? ഈ 8 പേര് were victims to the wrath of Achilles. ഇവരെല്ലാവരും അക്വിലിസിന്റെ പകയ്ക്ക് ഇരകളായതാണ്. ഇവരെല്ലാവരെയും അക്വിലിസ് ആണ് ചെയ്യപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് 9ാമത്തെ ആളായിട്ട് തൻ്റെ ഭർത്താവ് കൂടി അക്വിലിസിന്റെ റാറ്റിന് ഇരയായി കഴിഞ്ഞാൽ അവൾക്ക് ആലോചിക്കാൻ വയ്യ. അതുകൊണ്ട് ആൻഡ്രോമാഷെ തൻ്റെ ഭർത്താവായിട്ടുള്ള ഹെക്ടറിനോട് അഭ്യർത്ഥിക്കുകയാണ്. ഷീ ക്രൈസ് ഔട്ട് ടു ഹെക്ടർ. ഹെക്ടറിനോട് കരഞ്ഞുകൊണ്ട് പറയാം, യു ഹെക്ടർ, യു ആർ മൈ ഫാദർ നൗ. ഹെക്ടറിനോട് പറയാണ്, ഹെക്ടർ, എൻ്റെ അച്ഛനാണ് നിങ്ങൾ. മൈ നോബിൾ മദർ, അമ്മയില്ല എൻ്റെ അമ്മയാണ് നിങ്ങൾ. എ ബ്രദർ ടു, എനിക്ക് നിങ്ങൾ സഹോദരനാണ്. യു ആർ മൈ ഹസ്ബൻഡ്, യങ് ആൻഡ് വാം ആൻഡ് സ്ട്രോങ്. സ്നേഹമുള്ള, ഊഷ്മളമായിട്ടുള്ള, ശക്തനായ എൻ്റെ ഭർത്താവാണ് നിങ്ങൾ. പിറ്റി മീ പ്ലീസ്, എന്നോട് ദയ കാണിക്കൂ. ഹെക്ടർ foresees the terrible horror his wife and son will undergo in case of his defeat. താൻ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ, താൻ കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, പരാജയം എന്ന് പറയുമ്പോൾ ഒരു യോദ്ധാവിന്റെ പരാജയം എന്ന് പറയുന്നത് അയാളുടെ മരണമായിരിക്കും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ തൻ്റെ ഭാര്യയ്ക്കും മകനും സംഭവിക്കാവുന്ന ആ ദുരിതം അദ്ദേഹം മുൻകൂട്ടി കാണുന്നു. പക്ഷെ എന്നിട്ടും അദ്ദേഹം പിന്മാറുന്നില്ല. അദ്ദേഹം ഭാര്യയോട് പറയാണ്, ദാറ്റ് ഈസ് നത്തിങ് ബിസൈഡ് യുവർ അഗ്നി. നീ അനുഭവിച്ച വേദനകൾക്ക് മുൻപിൽ ഇനി സംഭവിക്കാനിരിക്കുന്നതൊന്നും ഒന്നുമല്ല. നിനക്ക് നിന്റെ ചേട്ടന്മാരും 7 ബ്രദേഴ്സും അതുപോലെ തന്നെ നിന്റെ ഫാദറും നിനക്ക് കൊല്ലപ്പെട്ടു. ആ വേദനയുമായി നോക്കുമ്പോൾ ഇത് ഒന്നുമല്ല. അതായത് നിനക്കിനി എന്തായിരിക്കും സംഭവിക്കാം? അതായത് ഹെക്ടർ എങ്ങാനും കൊല്ലപ്പെടുകയാണെങ്കിൽ, when some brazen argive hails you off in tears. അതായത് ഒരു ബ്രാസൻ ആർഗീവ്, അതായത് പടച്ചട്ട അണിഞ്ഞ ഒരു ഗ്രീക്കുകാരനായിട്ടുള്ള ഒരു പടയാളി ഒരു പക്ഷേ നിന്നെ അടിമ സ്ത്രീയായിട്ട് നിന്നെ സങ്കടത്തിലാക്കിയിട്ട് നിന്നെ കൊണ്ടുപോകാം. മാത്രമല്ല റെഞ്ചിങ് അവേ യുവർ ഡേ ഓഫ് ലൈറ്റ് ആൻഡ് ഫ്രീഡം. സന്തോഷത്തിന്റെയും വെളിച്ചത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും നിന്റെ ദിവസങ്ങൾ നിനക്ക് നിഷേധിക്കപ്പെടാം. Then far off in the land of Argos you must live. ഈ രാജ്യത്ത് നിന്നും അങ്ങ് വിദൂരെ ഗ്രീക്കില് ആർഗോസിൽ നീ ജീവിക്കേണ്ടി വരും. ആർഗോസ് എന്ന് പറയുമ്പോൾ ഗ്രീക്കിലുള്ള ഒരു പട്ടണമാണത്. Laboring at loom at another woman's beck and call എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ മറ്റൊരു വീട്ടിലെ അടിമയായിട്ട്, മറ്റൊരു സ്ത്രീയുടെ ബെക്ക് ആൻഡ് കോൾ എന്ന് പറഞ്ഞാൽ അടിമയായിട്ട്, യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ ഭാര്യമാരെ അടിമ സ്ത്രീകളായി പിടിച്ചുകൊണ്ടുപോകുന്ന പോലെ നിന്നെയും പിടിച്ചുകൊണ്ടുപോയിട്ട് ഈ ഒരു അടിമ സ്ത്രീയായിട്ട് ജീവിക്കേണ്ടി വരാം. ഫെച്ചിങ് വാട്ടർ അറ്റ് സം സ്പ്രിംഗ് മെസ്സീസ് ഓർ ഐപ്പീരിയ. അതായത് റെസിസ്റ്റിംഗ് ഓൾ ദ വേ, എല്ലാ തരത്തിലും നീ പ്രതിരോധിച്ചിട്ടും നിനക്ക് താല്പര്യമില്ലാത്ത ജോലികൾ ഒരു പക്ഷേ നീ മെസ്സീസിൽ നിന്നും ഹൈപ്പീരിയയിൽ നിന്നും നീ വെള്ളം കൊണ്ടുവരേണ്ടി വരാം. അത്തരത്തിലുള്ള ഒരു ദുരിത ജീവിതം ഒരു പക്ഷേ കാത്തിരിക്കാം. ബട്ട് സ്റ്റിൽ ഹെക്ടർ വിൽ നോട്ട് ബി ഡിറ്റേർഡ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആയിട്ടും തൻ്റെ ഭാര്യയ്ക്കും കുട്ടിക്കും വരാനിരിക്കുന്ന ദുരന്തം, താൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ, പക്ഷെ എന്നിട്ടും അയാൾ യുദ്ധത്തിൽ നിന്നും പിന്മാറുന്നില്ല. ഹി ഡിസൈഡ്സ് ടു ഫൈറ്റ് ചെയ്യാൻ തന്നെ അയാൾ തീരുമാനിക്കുകയാണ്. എന്നാൽ പ്രിയർ ടു ദാറ്റ്, അതിൻ്റെ മുന്നോടിയായിട്ട് ഹി പ്രേസ് ആൻഡ് വിഷസ് ദാറ്റ്, അയാൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, അയാൾ ആഗ്രഹിക്കുകയാണ്. എന്താണ് ആഗ്രഹിക്കുന്നത്? ദാറ്റ് one day his son will be the prince of the Trojans, their best fighter, better even than his father. ഒരു ദിവസം തൻ്റെ മകൻ ട്രോജൻസിന്റെ പ്രിൻസ് ആവും, രാജകുമാരനാവും. മാത്രമല്ല അവരുടെ നല്ല പടനായകനാവും, അവൻ്റെ അച്ഛനേക്കാൾ കേമനാവും.
എ ജോയ് ടു ഹിസ് മദേഴ്സ് ഹേർട്ട്, അമ്മയുടെ ഹൃദയത്തിന് മകൻ സന്തോഷമാവും. ഹെക്ടർ ഈസ് സീൻ ആസ് എ ഫാമിലി മാൻ വിത്ത് എ ഡീപ്പ് ലവ് ഫോർ ഹിസ് വൈഫ് ആൻഡ് ചൈൽഡ്. നമ്മളിവിടെ ഹെക്ടറിനെ ഒരു ഫാമിലി മാൻ ആയിട്ട് കാണുന്നു, ഒരു കുടുംബസ്ഥനായിട്ട് നമ്മൾ കാണുന്നു. തൻ്റെ ഭാര്യയോടും മകനോടും സ്നേഹമുള്ള ഒരു കുടുംബനാഥൻ. കമ്പയർ വിത്ത് ഹിം അക്വിലിസ്, ഇദ്ദേഹവുമായിട്ട് നമ്മൾ അക്വിലിസിനെ കമ്പയർ ചെയ്യുമ്പോൾ, അക്വിലിസ് ഹു ഓൾസോ ഹാസ് ഹിസ് സോഫ്റ്റർ സൈഡ്സ്. അക്വിലിസിനും എന്തുണ്ട്? അക്വിലിസിന്റെ ക്യാരക്ടറിനും അക്വിലിസിന്റെ വ്യക്തിത്വത്തിനും സോഫ്റ്റർ സൈഡ്സ് ഉണ്ട്. അതായത് സ്നേഹത്തിന്റെ ടെൻഡർ ആയിട്ടുള്ള വശങ്ങളുണ്ട്. ആരോടാണ് അക്വിലിസ് സ്നേഹം പ്രകടിപ്പിക്കുന്നത്? ടുവാർഡ്സ് ഹിസ് മദർ ആൻഡ് ഹിസ് ഫ്രണ്ട് പെട്രോക്ലിയസ്, തൻ്റെ അമ്മയോടും അതുപോലെ തന്നെ തൻ്റെ സുഹൃത്തായിട്ടുള്ള പെട്രോക്ലിയസിനോടും അദ്ദേഹത്തിന് സ്നേഹമുണ്ട്. കാരണം അത് നമുക്കവിടെ കാണാൻ കഴിഞ്ഞതാണ്. പെട്രോക്ലിയസിന്റെ മരണം എന്തുമാത്രം, കൊലപാതകം എന്തുമാത്രം അക്വിലിസിനെ വിഷമിപ്പിച്ചു. ദിസ് ബ്രിങ്സ് us to an important question. ഇവിടെയാണ് നമ്മളിലേക്ക് ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്. എന്താണ് ആ ക്വസ്റ്റ്യൻ? ഹു ഈസ് ദ റിയൽ ഹീറോ ഓഫ് ദ ഇലിയഡ്? ആരാണ് ഇലിയഡിലെ യഥാർത്ഥ ഹീറോ, ശരിക്കുമുള്ള ഹീറോ? അക്വിലിസ് ആണോ അതല്ല ഹെക്ടർ ആണോ? അതാണ് ഇനി നെക്സ്റ്റ് സെക്ഷൻ 2.4ൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് തൽക്കാലം നമ്മൾ 2.3 നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.3 കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് ജസ്റ്റ് രണ്ടുപേരുടെയും, ഹെക്ടറിൻ്റെയും അക്വിലിസിൻ്റെയും നേച്ചർ അല്ലെങ്കിൽ രണ്ടുപേരുടെയും ക്യാരക്ടറാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാധാരണ ആരും കമൻറ്റ് ചെയ്യാറില്ല. അതുപോലെ തന്നെ 2-3 ആളുകളൊക്കെയാണ് ആകെ ലൈക്ക് ചെയ്യാറുള്ളത്. പൊതുവെ വ്യൂസും കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾ കാണുന്നവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യാം. കാണുന്ന ആളുകൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പഠിക്കാനുള്ള ഒരു ഭാഗമാണല്ലോ, ചാപ്റ്റേഴ്സ് ആണല്ലോ. അപ്പോൾ കാണുന്നവർ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. കാരണം എന്നാലേ നമ്മളെ നമ്മളുടെ വീഡിയോസിന് വ്യൂസ് കിട്ടുള്ളൂ. കാരണം വ്യൂസൊക്കെ വളരെ കുറവാണ്, അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും കുറവാണ്. അപ്പോൾ നമ്മളെ ചാനലിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് കഴിയാവുന്ന സപ്പോർട്ട്, പിന്തുണയൊക്കെ നിങ്ങളൊന്ന് നൽകുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ചാനലൊന്ന് സജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ സഹായമായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.